ഇന്ന് നമ്മുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മളാകുന്ന മാതാപിതാക്കൾക്ക് ഒരു പ്രയാസമാണ്, ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ എല്ലാം വേണം. ഈ കാലഘട്ടത്തിൽ സമുന്നയ വിദ്യാഭ്യാസം നിർബന്ധമാണ്. മതപഠനവും വേണം, സ്കൂളും വേണം. മോള് 10ാം ക്ലാസ് സ്കൂളിൽ എത്തിയതിന്റെ പേരിൽ മദ്രസയിൽ 10ാം ക്ലാസ് പഠനം നിർത്തുക, അല്ലെങ്കിൽ മോള് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ എത്തിയതിന്റെ പേരിൽ ട്യൂഷൻ പോകേണ്ട കാരണത്താൽ 7ാം ക്ലാസ്സിൽ പഠനം നിർത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ് അവളുടെ ജീവിതത്തിൽ പഠിക്കേണ്ട. അവളൊരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എങ്ങനെ കുളിക്കണം, അവിടെ നിന്ന് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു സമയത്താണ് നിന്റെ മക്കളുടെ ദീനീ പഠനം ഉമ്മ നീ നിർത്തുന്നത്. പിന്നെ നിന്റെ മോള് കുറ്റക്കാരിയാകുമ്പോ അത് നിനക്കാണ് അതിന്റെ ഫലം കിട്ടുക, നിനക്കാണ് അതിന്റെ കുറ്റം അള്ളാഹു തരിക. കാരണം നീ കാരണമാണ് നിന്റെ മോള് പഠനം നിർത്തുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ട്യൂഷൻ അതിന്റെ ഒരു വഴിക്ക് പോട്ടെ, ട്യൂഷൻ വേണം വേണ്ട എന്നല്ല, മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം വേണം, സ്കൂൾ വിദ്യാഭ്യാസം വേണം. എന്നാൽ അതിന്റെ പേരിൽ നമ്മുടെ മക്കളെ മദ്രസ നിങ്ങൾ ഒഴിവാക്കരുത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട്, പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളോട് അള്ളാഹു പറഞ്ഞതെന്താണ്? യാ റസൂലല്ലാഹ്, ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞതാണ് എന്താണ്? ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, വഖുൽ റബ്ബി സിദ്നി ഇൽമാ. നബിയേ നിങ്ങൾ പറയുക, റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവിനോട് ഇൽമു വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, വഖുൽ റബ്ബി സിദ്നി ഇൽമാ, പടച്ചവനോട് നിങ്ങൾ നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. റബ്ബേ, എന്റെ ഇൽമ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, ഞാൻ പഠിക്കുന്ന ഇൽമ നീ വർദ്ധനവ് നൽകണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞതാരെന്നറിയുവോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹ് തന്നെ പറയുന്നുണ്ടല്ലോ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഖുൽ നബിയേ നിങ്ങൾ ചോദിക്കുക, ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ എന്ന് ചോദിക്കുക. വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവനും അറിവില്ലാത്തവരും സമമല്ല. അറിവുള്ളവൻ എന്നും നല്ല നിലക്കായിരിക്കും, അവൻ ഏത് ആളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അറിവില്ലാത്തവൻ എവിടെയും താഴ്ത്തട്ടിലാണുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്താ? തഅല്ലമു ഫഇന്നൽ ഇൽമ സൈനുൽ ലിഅഹ്ലിഹി വഫളലു വഉൻവാനു ലികുല്ലി മുജാഹിദീ. ഇൽമ പഠിക്കുന്ന ആളുണ്ടല്ലോ, ഇൽമിന്റെ ആളുകള് എന്നും ഒരു ഭംഗിയാണ്, അവരെ കാണുമ്പോ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ്, അവർക്കൊരു അഡ്രസ്സാണ്. അവർക്ക് എന്നും അതൊരു അഡ്രസ്സാണ് ഇൽമ പഠിക്കുന്നവർക്ക്. എന്ന വിഡ്ഢികളാകുന്ന ഇൽമുകളില്ലാത്ത ആളുകളെ കുറിച്ചിട്ട് പരിശുദ്ധ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ജാഹിലൂ ഫമാതു ഖബ്ല മൗതിഹി വൽ ആലിമൂന വഇൻ മാതു ഫഹിയാ. ജാഹിലി എന്ന് പറഞ്ഞാൽ അവൻ മരിക്കുന്നതിന്റെ മുമ്പേ മരിച്ചവനാണ്. എന്നാ ഇൽമുള്ള ആളുകളുണ്ടല്ലോ, ഈ ലോകത്തോട് മൺമറഞ്ഞു പോയാലും അവരതാ ഓരോ മനുഷ്യ ഹൃദയങ്ങളിലും അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ അടുത്ത് മരണപ്പെട്ട മഹ്മൂദ് സഅദി ഉസ്താദിനെ നിങ്ങൾക്കറിയുമല്ലോ. ഇന്നും നമ്മുടെ ഹൃദയത്തിൽ മായാതെ മറയാതെ നിൽക്കുന്ന ഒരു ഉസ്താദാണ്. അല്ലാഹു ഖബർ ജീവിതം വെളിച്ചമാക്കി കൊടുക്കട്ടെ, അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്കൊരു അഡ്രസ്സാണ്. ഈ ബൈത്തിനെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ വല്ലാതെ ഒരു ഓർമ്മ വരികയാണ്. അല്ലാഹു അവരുടെ ഖബർ ജീവിതം, ബർസഖി ജീവിതം അല്ലാഹു പ്രഭാപൂരിതമാക്കി കൊടുക്കട്ടെ. മഹാനായ അബൂ മുആവിയ എന്ന് പറയുന്ന ഒരു സ്വഹാബി, അവിടുന്ന് കണ്ണു കാണാത്തൊരു മഹാനാണ്. ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന ഭരണാധികാരി അവിടുത്തെ കൊട്ടാരത്തിലേക്ക് അബൂ മുആവിയ എന്ന് പറയുന്ന
കണ്ണ് കാണാത്ത അന്ധനായ പക്ഷേ ഇൽമുള്ള അറിവുള്ള വിദ്യാഭ്യാസമുള്ള ദീനി പഠനമുള്ള ഒരു മഹാനാണ് അബൂ മുആവിയ. ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന ചക്രവർത്തി തന്റെ കൊട്ടാരത്തിലേക്ക് അതിഥിയായി ക്ഷണിക്കുകയാണ്. അവിടെ ഒരുപാട് മഹാന്മാരായ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, ജനാട്ടിന് പങ്കെടുക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാര് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് അബൂ മുആവിയുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്നതാ കൈ കഴുകി കൊടുക്കുന്നു അവിടുത്തെ രാജാവാകുന്ന ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന ഭരണാധികാരി. അവിടെ നിന്ന് കൈ കഴുകി കൊടുക്കുന്നു, ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴും കൈ കഴുകി കൊടുക്കുന്നു. അബൂ മുആവിയോട് പറയുന്നു, അബൂ മുആവിയ, ഞാൻ നിങ്ങളുടെ കൈ പിടിക്കാനും കൈ കഴുകി തരാനുമുള്ള കാരണം എന്തെന്നറിയുമോ? നിങ്ങൾ അറിവിൽ എന്നെക്കാളും ഉയർന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ദീനുണ്ടല്ലോ, നിങ്ങൾക്ക് ദീനീ വിദ്യാഭ്യാസമുണ്ടല്ലോ, നിങ്ങൾക്ക് മതപഠനമുണ്ടല്ലോ. അതുകൊണ്ട് ഞാനൊരു ഭരണാധികാരിയാണെങ്കിൽ പോലും എന്നെക്കാൾ ഏറ്റവും കൂടുതൽ ഇൽമുള്ളത് നിങ്ങൾക്കാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഞാനതാ കൈ കഴുകി തന്നെന്ന് അവിടുത്തെ ഭരണാധികാരിയാകുന്ന ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന ചക്രവർത്തി പറഞ്ഞു പോയെങ്കിലും അത് നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠമാ. അതല്ലേ റസൂലുള്ള പറഞ്ഞത്, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമ് എന്നുള്ളത് അത് ഇസ്ലാമിന്റെ ജീവനാണ്. വ ഇമാദുദ്ദീൻ, അത് ദീനിന്റെ തൂണുമാണ്. ഉതുലുബൽ ഇൽമ വലൗ ബിസ്സീൻ, നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ ഇൽമിനെ കരസ്ഥമാക്കണമെന്ന് റസൂലുള്ള പറഞ്ഞത് എന്താണ്? അത്ര ദൂര ഉണ്ടെങ്കിലും നിങ്ങൾ ഇൽമിനെ പഠിക്കാൻ പോകണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. അതല്ലേ മഹാന്മാര് പറഞ്ഞത്, വസിരിഫ് ലഹു ദറാഹിമ വദഹബാ ഫമാ സിവാഹു കുല്ല ശൈഇൻ ദഹബാ. അറിവിന് സ്വർണം വെള്ളിനി ചിലവാക്കണം, അല്ലാത്തതല്ല പോയിടുമെന്നോർക്കണം. ഇൽമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇനി എന്ത് കൊടുത്താലും മതി വരൂല്ല. ഇൽമ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിന്റെ വീട്ടിലേക്ക് ഒരു കലണ്ടറുമായി കടന്നു വരുമ്പോ 10 രൂപയാണ് ആ കലണ്ടറിന്റെ വിലയെങ്കിലും ഈ 100 രൂപ കൊടുത്താലും അത് മതി വരൂല ഉമ്മ, മതി വരൂല. അത് നാളെ നിന്റെ സ്വർഗത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ്. അതാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞത്, അറിവിന് സ്വർണം വെള്ളിനി ചിലവാക്കണം, അല്ലാത്തതല്ല പോയിടും എന്നോർക്കണം. നമ്മുടെയൊക്കെ ഇമാം, നമ്മുടെയൊക്കെ മദ്ഹബിന്റെ ഇമാമുനാ ശാഫി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ ഉസ്താദാകുന്ന വഖീ എന്നവരുടെ അരികിലേക്ക് പോയിട്ട് പറയുന്നു, ഉസ്താദേ, ഞാൻ പാതിരാ സമയത്തും അല്ലാത്ത സമയത്തും ഞാൻ ഇൽമ പഠിക്കുന്നുണ്ട്. പക്ഷേ ഉസ്താദേ, അതെന്റെ ബുദ്ധിയിൽ ഉറച്ചു നിൽക്കുന്നില്ല, മനപ്പാഠമാകുന്നില്ല, അതങ്ങ് മറന്നു പോകുന്നു ഉസ്താദേ. അതുകൊണ്ടാണ് അതിന്റെ കാരണമെന്നറിയോ ഉസ്താദേ? വഖീ എന്ന് പറയുന്ന ഉസ്താദ് അവിടെ നിന്ന് ഷാഫി ഇമാമിനോട് പറയുന്നു, മോനെ, എന്തോ ഒരു ഹറാം ചെയ്യുന്നുണ്ട്, എന്തോ അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് പറയുന്നു, മോനെ, നീ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് മോനെ. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് പഠിച്ചാൽ അത് അവന്റെ ബുദ്ധിയിൽ നിലനിൽക്കില്ല, അവൻക്ക് മറവി സംഭവിക്കുമെന്നാണ്. എന്നിട്ട് വഖീ എന്ന ഉസ്താദ് അവിടുന്ന് ഇമാമുനാ ശാഫി റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ ഇമാമുനാ ശാഫി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിഹസീൻ. അവിടുന്ന് പറയുന്നു, വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ, ഇൽമു എന്നുള്ളത് അല്ലാഹുവിന്റെ അറിവെന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ്, ഹഖാണ്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിഹസീൻ, അത് പാപം ചെയ്യുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു കൊടുക്കില്ലത്രേ, തെറ്റുകൾ ചെയ്യുന്നവരുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു കൊടുക്കില്ലത്രേ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് അവിടെ നിന്ന് പറയുന്നു, മോനെ, അതുകൊണ്ട് നീ എന്ത് തെറ്റാണോ നീ ചെയ്യുന്നതെങ്കിൽ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം
മോനെ എന്ന് വഖീ എന്ന് പറയുന്ന ഉസ്താദ് തന്റെ ശിഷ്യനാകുന്ന ഷാഫി ഇമാമിനോട് പറഞ്ഞു പോയെങ്കിൽ ഇൽമിന് ഒരുപാട് പ്രത്യേകതയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും ഇൽമ പഠിക്കാൻ വേണ്ടി ആ ഇൽമിന്റെ വഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്കുകൾ അവനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. പർവ്വതങ്ങൾ അവനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. മാമലകൾ അവനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാ. മണൽത്തരികൾ അവനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാ. ഇതൊരു മുത്തഅല്ലിമിന്റെ മഹത്വമാണ്. ഇതാണല്ലോ ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, ത്വലബൽ ഇൽമി, ഇൽമ തേടുക എന്നുള്ളത് അഫ്ളു ഇൻദല്ലാഹി, പടച്ചവനായ രാജാതി രാജനായ റബ്ബിന്റെ അടുക്കൽ മിനസ്സലാത്തി വസിയാമി വൽ ഹജ്ജി, നോമ്പിനേക്കാൾ നിസ്കാരത്തേക്കാൾ ഹജ്ജിനേക്കാൾ വൽ ജിഹാദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ നോമ്പെടുക്കുന്നതിനേക്കാൾ നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ അമലാണത്രേ, ഏറ്റവും വലിയ അഫ്ളലായ അമലാണത്രേ ഇൽമ പഠിക്കുക എന്നുള്ളത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു മനുഷ്യൻ, ഒരു ആബിദായ മനുഷ്യൻ 100 റക്അത്ത് സുന്നത്ത് ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, പാതിരാത്രിയിലും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് നേരെ ഒരു ബാബ്, ഒരു പാഠം ഇൽമ, ഒരു മുത്തഅല്ലിമ പഠിക്കുന്നുണ്ട്. ആരാണ് ഇവന് ശ്രേഷ്ഠത? റസൂലേ. റസൂലുള്ളാഹി പറഞ്ഞു, പാതിരാത്രിയിൽ അവിടെ നിന്ന് ഉറക്കമില്ലാതെ നിസ്കരിച്ചവനേക്കാൾ കൂലി ആർക്കെന്നറിയുവോ? ഈ ഒരു ബാബ് ഇൽമ പഠിച്ചവനാ. അതുകൊണ്ട് നമ്മുടെ മക്കളെ നിങ്ങൾ മദ്രസയിലേക്ക് വിടണം ഉമ്മ, ഇൽമ പഠിപ്പിക്കണം ഉമ്മ, ദീനീ സ്ഥാപനങ്ങൾക്ക് അവിടെ വിടണം ഉമ്മ. നാളെ പരലോകത്ത് നാളെ നിന്റെ ജനാസ കൊണ്ടുപോകാ, നിനക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാ, നിനക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാ. നിന്റെ മക്കളെ നീ വാർത്തെടുക്കണേ ഉമ്മ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.